ഈ വീഡിയോയിലോട്ടേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്യൂവൽസിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കലോറിഫിക് വാല്യൂ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, HCV LCV ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ഹയർ കലോറിഫിക് വാല്യൂ ലോവർ കലോറിഫിക് വാല്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കലോറിഫിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ബോംബ് കലോറിമീറ്റർ. അതിൻ്റെ കോമ്പോണൻസ്, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അതിൻ്റെ തന്നെ ചില കറക്ഷൻസിനെ പറ്റിയിട്ട് പറഞ്ഞു. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂമറിക്കൽസ് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഇന്നത്തെ ക്ലാസ് തൊട്ട് നമ്മൾ അനാലിസിസ് ഓഫ് കോൾ ആണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓർക്കുക, ഫ്യൂവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന ഒരു കാര്യമാണ് കോൾ, കൽക്കരി. കൽക്കരി എന്ന് പറയുന്നത് ഒരു സോളിഡ് ഫ്യൂവൽ ആണ്. ഓക്കെ, അപ്പം ഈ ആദ്യത്തെ ക്ലാസ്സുകൾ കാണാതെയാണ് നിങ്ങൾ ഈ ഒരു ക്ലാസ് കാണാൻ വന്നിരിക്കുന്നതെങ്കിൽ ദയവേത് ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കാണുക. ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൃത്യമായിട്ട് നോക്കുക, അവിടെ നമ്മൾ ലിങ്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് നോക്കിയിട്ട് മറ്റ് ക്ലാസ്സുകൾ, ഇതിൻ്റെ മുമ്പിലുള്ള ക്ലാസ്സുകളൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് വരിക. നമ്മുടെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഏറ്റവും അറിയാം, നമ്മളെ കോൾ എന്ന് പറയുന്ന കൽക്കരി എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു സോളിഡ് ഫ്യൂവൽ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഫ്യൂവലിൽ പറഞ്ഞിട്ടുള്ള കലോറിഫിക് വാല്യൂ ആയാലും മറ്റ് ക്വാളിറ്റീസ് ആയാലും എല്ലാ കാര്യങ്ങളും ഫ്യൂവലിൽ നമ്മൾ ഇത്രയും ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കോളിന് കൂടി ബാധകമാണ്, കൽക്കരിക്ക് കൂടി ബാധകമാണ്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു രണ്ട് ചാക്കിൽ കൽക്കരി നിങ്ങൾക്ക് തരികയാണ്. രണ്ടും വേറെ വേറെ കൽക്കരികളാണ്, ഞാൻ വേറെ വേറെ സ്ഥലത്ത് നിന്നൊക്കെ എടുത്തിട്ടുള്ളതാണ്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതിൽ ഏറ്റവും നല്ല കൽക്കരി ഏതാണ് എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എനിക്ക് മറുപടി നൽകുക? നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ്, എന്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്നോട് മറുപടി പറയുക? സംശയമില്ലേ? അതാണ് ഈ അനാലിസിസ് ഓഫ് കോൾ എന്ന് പറയുന്നതിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ ആണ്. അപ്പം ഒരു കോൾ എന്ന് പറയുമ്പോൾ ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് തരാം. ഒരു എക്സ്ട്രാ ആയിട്ട് പറയുന്ന ഒരു എക്സാമ്പിളാണ്, ജസ്റ്റ് ഒന്ന് കേൾക്കുക. നിങ്ങൾക്ക് തെർമൽ പവർ പ്ലാന്റ് അറിയും, അതായത് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന സംഭവമാണ്. ഓക്കെ, ജസ്റ്റ് അതിൻ്റെ ഒരു ബേസിക് ഞാൻ പറഞ്ഞുതരാം. കൽക്കരി ഉപയോഗിച്ചുകൊണ്ട്, കൽക്കരിയെ കത്തിച്ചുകൊണ്ട് ആ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് എന്ത് ചെയ്യും? ഒരു വെള്ളത്തെ തിളപ്പിക്കും. ആ വെള്ളത്തിൽ നിന്നുണ്ടാകുന്ന സ്റ്റീം, നീരാവി ഉപയോഗിച്ച് ടർബൈൻ കറക്കിയിട്ടാണ് തെർമൽ പവർ പ്ലാന്റിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അതായത് കൽക്കരി കത്തിച്ചിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ഹീറ്റ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? ഒരു വെള്ളത്തിനെ ബോയിൽ ചെയ്യും. അതിൽ നിന്നുണ്ടാകുന്ന സ്റ്റീം ഉപയോഗിച്ചിട്ട് ടർബൈൻ കറക്കിയിട്ടാണ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അപ്പം ഇങ്ങനെ കൽക്കരി എന്ന് പറയുമ്പോൾ ഈ ഒരു തെർമൽ പവർ പ്ലാന്റിൽ എങ്ങനെയുള്ള കൽക്കരിയാണ് ഉപയോഗിക്കുക? നല്ലോണം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൽക്കരിയാണോ, അല്ലെങ്കിൽ കുറച്ച് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൽക്കരി ആയിരിക്കും ഉപയോഗിക്കുക? അതായത് നല്ലോണം കത്തിയിട്ട് നല്ല ഹീറ്റ് തരുന്ന കൽക്കരിയാണോ നിങ്ങൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ചെറുങ്ങനെ കത്തി പെട്ടെന്ന് കത്തിയിട്ട് തീരുന്ന പോലെയുള്ള കൽക്കരിയാണോ നിങ്ങൾ ഉപയോഗിക്കുക? നല്ലോണം കത്തി ഒരുപാട് നേരം കത്തി നിൽക്കുന്ന, ഒരുപാട് ഹീറ്റ് തരുന്ന നല്ലൊരു സാധനമല്ലേ നിങ്ങൾ തെർമൽ പവർ പ്ലാന്റിലേക്ക് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക, അല്ലേ? അപ്പം ഇതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഈ കോൾ ഒരുപാട് തവണ ഒരുപാട് നേരം കത്തി നിൽക്കും, ഇതിനാണ് നല്ല സാധനം, ഈ കോളാണ്, ഈ കൽക്കരിയാണ് ഒരുപാട് നേരം കത്തി നിൽക്കുന്നത്, ഇതാണ് ഏറ്റവും നല്ലത്, ഇതിനാണ് ഈർപ്പം കുറവ് എന്നൊക്കെ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഒരു വിറക് നിങ്ങൾ അടുപ്പിൽ കത്തിക്കാൻ വെക്കുമ്പോൾ ആ വിറക് നനഞ്ഞ വിറകാണെങ്കിൽ, അല്ലെങ്കിൽ നനഞ്ഞ വിറകാണെങ്കിൽ അതിന് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതങ്ങനെ കത്തില്ല. അതേപോലെ തന്നെയാണ് ഈ കൽക്കരിയുടെ അവസ്ഥയും. കൽക്കരിയിൽ വാട്ടറിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ഈ കൽക്കരി മര്യാദയ്ക്ക് കത്തില്ല. അങ്ങനെയുള്ള കൽക്കരി നമ്മൾ ഉപയോഗിക്കില്ല. കാരണം നമുക്കറിയാം, നിങ്ങളൊരു നനഞ്ഞ വിറകാണോ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള വിറകാണോ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുക? സ്വാഭാവികമായിട്ടും ഡ്രൈ ആയിട്ടുള്ള വിറകല്ലേ. അതുപോലെ തന്നെയാണ് ഈ കൽക്കരിയുടെ കേസിലും. അപ്പം ഇങ്ങനെയുള്ള പല സംഭവങ്ങളുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അനാലിസിസ് ഓഫ് കോളിലൂടെ. നിങ്ങൾ മനസ്സിലാക്കുക, രണ്ട് ടൈപ്പ് അനാലിസിസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെയാണ്, പ്രോക്സിമേറ്റ് അനാലിസിസും അൾട്ടിമേറ്റ് അനാലിസിസും. ജസ്റ്റ് ആ പേര് മനസ്സിലാക്കുക. അതായത് ഒരു കോള് അല്ലെങ്കിൽ ഒരു കൽക്കരി, അതിൻ്റെ ക്വാളിറ്റി എന്താണ് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് അനാലിസിസ് ആണുള്ളത്, പ്രോക്സിമേറ്റ് അനാലിസിസും അൾട്ടിമേറ്റ് അനാലിസിസും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രോക്സിമേറ്റ് അനാലിസിസും മുഴുവനായിട്ട് കവർ ചെയ്യും, അൾട്ടിമേറ്റ് അനാലിസിസും മറ്റൊരു വീഡിയോയിലായിരിക്കും നമ്മൾ ചെയ്യാം. ഓക്കെയാണ്. സോ പ്രോക്സിമേറ്റ് അനാലിസിസ് എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രോക്സിമേറ്റ് അനാലിസിസ്, ആ പേര് തന്നെ എന്തോ ഒരു കൃത്യതയില്ലായ്മ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, അല്ലേ? ഈ പ്രോക്സിമേറ്റ് അനാലിസിസ് എന്ന് പേര് വരാൻ കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മാർഗത്തിനനുസരിച്ച്
ഇതിന് കിട്ടുന്ന ഡാറ്റ വാരി ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് പ്രോക്സിമേറ്റ് അനാലിസിസ് എന്ന് പേര് വരാൻ കാരണം. ഈ പ്രോക്സിമേറ്റ് അനാലിസിസിൽ നമ്മൾ മെയിനായിട്ട് 4 കാര്യങ്ങളാണ് ഒരു കൽക്കരിയുടെ നോക്കുന്നത്. എന്തൊക്കെയാണ്? മോയ്സ്ചർ കണ്ടന്റ്, വോളറ്റൈൽ മാറ്റർ, ആഷ് കണ്ടന്റ്, ഫിക്സ്ഡ് കാർബൺ. പേര് കേട്ടിട്ട് ഒന്നും പേടിക്കേണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇത്ര മനസ്സിലായല്ലോ. അതായത് അനാലിസിസ് ഓഫ് കോളിന്റെ അനാലിസിസിൽ നമുക്ക് 2 ടൈപ്സ് ആണുള്ളത്, പ്രോക്സിമേറ്റ് അനാലിസിസും അൾട്ടിമേറ്റ് അനാലിസിസും. ഓക്കെ, ഇത്ര കാര്യം മനസ്സിലായല്ലോ, അത് മതി. ഇനിയുള്ള കാര്യം ശ്രദ്ധിക്കും. പ്രോക്സിമേറ്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ 4 കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. ഒന്നെന്ന് വെച്ചാൽ മോയ്സ്ചർ കണ്ടന്റ്. ഞാൻ വിറകിന്റെ കേസ് പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കുകയാണ്, ഈ വിറക് നല്ലതാണോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ, ഞാൻ ഒരു വിറക് തന്നിട്ട് ഈ വിറക് നല്ല വിറകാണോ, കത്തിക്കാൻ പറ്റിയ അനുയോജ്യമായ വിറകാണോ എന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ അത് നോക്കുക? ആദ്യം അത് ഡ്രൈ ആണോ നോക്കും, അത് നനഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കും, അത് പൊതിർന്നിട്ടുണ്ടോ എന്ന് നോക്കും. പൊതിർന്ന അഥവാ നനഞ്ഞ വെള്ളത്തിന്റെ അംശം കൂടുതലുള്ള വിറകാണെങ്കിൽ അത് കൃത്യമായിട്ട് കത്തില്ല. അതാണ് ഈ മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത്. അതായത് ഈ വെള്ളത്തിന്റെ അളവുള്ള കൽക്കരി മര്യാദക്ക് കത്തില്ല. വോളറ്റൈൽ മാറ്റർ എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങളാണ്, ഘടനാപരമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതായത് കാർബൺ ഉണ്ടോ, ഹൈഡ്രജൻ ഉണ്ടോ, നൈട്രജൻ ഉണ്ടോ, എന്നാൽ അത് പെട്ടെന്ന് കത്തും, പക്ഷെ പെട്ടെന്ന് നിന്നു പോകും. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. ഇപ്പൊ ജസ്റ്റ് ഒന്ന് കേൾക്കുക, ഞാൻ ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞുതരും. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ട് പോകും, കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പോകും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ആഷ് കണ്ടന്റ്, അതായത് ഒരു വിറക് നിങ്ങൾ എടുക്കുകയാണ്, ആ വിറക് കത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ചാരം ഉണ്ടാകും. പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേറൊരു വിറക് തരികയാണ്, ഇത് കത്തിക്കഴിഞ്ഞാൽ അധികം ചാരമൊന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ല രീതിയിൽ കത്തും, നിങ്ങൾക്ക് ഏറ്റവും നല്ല ഉപകാരപ്പെട്ട വിറകാണ്. ഏതാ നിങ്ങൾ എടുക്കുക? ചാരം കുറഞ്ഞു കിട്ടുന്ന വിറകായിരിക്കും നിങ്ങൾ എടുക്കുക. കാരണം എന്താ? ഒരുപാട് ആഷ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഒരു അടുപ്പിൽ 2 വിറക് ഞാൻ കത്തിക്കാണ്, ഒന്നിൽ കുറച്ച് നമുക്ക് ഈ ചാരം മാത്രമേ ഉണ്ടാവുള്ളൂ, മറ്റൊന്നിൽ മുഴുവൻ ചാരം മാത്രമാണ്. ഇത് കത്തിക്കഴിഞ്ഞ് ഒരുപാട് ചാരം പൊടി പോലെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏതെടുക്കുക? ചാരം കുറഞ്ഞത്. കാരണം എന്താ? ഈ പൊടി പോലെ അധികം ചാരം ഉണ്ടാകുന്ന സാധനത്തിൽ ഈ അടുപ്പിൽ നിന്ന് അതൊക്കെ നമ്മൾ വീണ്ടും മാറ്റണ്ടേ, എന്നിട്ട് വേണ്ടേ പുതിയ വിറക് വെക്കാൻ? അതൊക്കെ പണിയല്ലേ. ഈ നമ്മളെ ആഷ് ഡിസ്പോസ് ഒക്കെ ചെയ്യണ്ടേ, അതൊക്കെ നമുക്ക് ചിലവാണ്. ഓക്കെ, അതാണ് ആഷ് കണ്ടന്റിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഫിക്സ്ഡ് കാർബൺ എന്ന് വെച്ചാൽ എന്താണ്? ഒരുപാട് നേരം ഇത് കത്തി നിൽക്കും, പെട്ടെന്ന് കത്തിയിട്ട് പോവില്ല. ഇതാണ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയാനുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് ഒരു കൽക്കരിയുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അളക്കുന്ന ഒരു അളവുകോൽ എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ അനാലിസിസ് ആണ് പ്രോക്സിമേറ്റ് അനാലിസിസ്. അതിൽ വരുന്ന 4 കാര്യങ്ങളാണ്, അതിൽ നമ്മൾ നോക്കുന്ന 4 കാര്യങ്ങളാണ് മോയ്സ്ചർ കണ്ടന്റ്, വോളറ്റൈൽ മാറ്റർ, ആഷ് കണ്ടന്റ്, ഫിക്സ്ഡ് കാർബൺ. ഈ 4 കാര്യങ്ങളുടെ പേര് ഇപ്പം തന്നെ പഠിച്ചോളൂ. പ്രോക്സിമേറ്റ് അനാലിസിസിൽ നമ്മൾ 4 കാര്യങ്ങളാണ് നോക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് മോയ്സ്ചർ കണ്ടന്റ്. മോയ്സ്ചർ കണ്ടന്റ് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൽക്കരി നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, തരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 2 ചാക്കിൽ കൽക്കരി തരികയാണ്. അതിൽ നിങ്ങൾ ഒരു W വെയിറ്റിൽ കൽക്കരി എടുക്കുകയാണ് നിങ്ങളുടെ കയ്യിലേക്ക്, ഒരു പാത്രത്തിൽ. എന്നിട്ടാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതിൻ്റെ മോയ്സ്ചർ കണ്ടന്റ് കണ്ടുപിടിക്കുക. എങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുക? അതിനുള്ള സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഒരു ക്രൂസിബിൾ, അതായത് ഒരു പാത്രത്തിൽ, ജസ്റ്റ് സിമ്പിളായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. അതായത് നിങ്ങൾ ഒരു പാത്രത്തിൽ എന്ത് ചെയ്യുക? കൽക്കരി എടുക്കുക. ആ കൽക്കരിനെ 105 മുതൽ 110 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കുക. എത്ര? 105 മുതൽ 110 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കുക. എത്ര സമയം? 1 മണിക്കൂർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ. ഈ ടെമ്പറേച്ചർ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, സമയം കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, കാരണം ഇത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഈ കേട്ട അറിവ് വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാൻ പറ്റും, പക്ഷേ ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കണം. കാരണം ഇതുണ്ടെങ്കിലേ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾക്ക് പറയാം, ഒരു ക്രൂസിബിൾ എടുത്ത് അതിൽ നിങ്ങൾ എന്താണ് W വെയിറ്റിൽ, അല്ലെങ്കിൽ ഒരു അറിയുന്ന വെയിറ്റിലുള്ള കോള് നിങ്ങൾ എടുത്തു വെക്കുക, എന്നിട്ട് അതിനെ ചൂടാക്കിയിട്ടാകുമ്പോൾ ഇത്ര സെൽഷ്യസിലാണ് ചൂടാക്കേണ്ടത്, ഇത്ര സമയമാണ് ചൂടാക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വേണം. ഓക്കെയാണ്. അപ്പം മോയ്സ്ചർ കണ്ടന്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു പാത്രത്തിൽ കൽക്കരി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെ നിങ്ങൾ 105 മുതൽ 110 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കുക. എത്ര സമയം? 1 മണിക്കൂറാണ്. 1 മണിക്കൂർ ചൂടാക്കുക. എന്നിട്ടാകുമ്പോൾ എന്ത് ചെയ്യുക? അതിനെ തണുക്കാൻ വേണ്ടി വെക്കുക. ഓക്കെ, അതിനെ കൂൾ ചെയ്യാൻ വേണ്ടി വെക്കുക. എന്നിട്ടാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? വെയിറ്റ് നോക്കുക. എന്നേരം കിട്ടുന്ന വെയിറ്റ് ആണ് W1. സെറ്റാണ്. അപ്പം ഇവിടെ ഒരു വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടാവുമോ കൂടിയിട്ടുണ്ടാവുമോ? ഈ ചൂടാക്കി കഴിഞ്ഞാൽ കുറഞ്ഞിട്ടുണ്ടാവും. കാരണം ഞാൻ പറഞ്ഞുതരാം, ഈ കൽക്കരിയിലുള്ള വെള്ളത്തിന്റെ മോയ്സ്ചർ കണ്ടന്റ് എന്താണ്? അറ്റ്മോസ്ഫിയറിലേക്ക് പോകാൻ. ചൂടാക്കുമ്പോൾ എന്താ? നിങ്ങളൊരു വെള്ളം ചൂടാക്കുകയാണ്. വെള്ളം ചൂടാക്കുമ്പം നീരാവിയായിട്ട് വെള്ളത്തിന്റെ ഇത് പോവല്ലേ ചെയ്യുന്നത്, അളവ് കുറയല്ലേ ചെയ്യുന്നത്, തുറന്നു വെച്ചിട്ടാണ് ചൂടാക്കുന്നതെങ്കിൽ.
അല്ലേ? അതുപോലെ തന്നെയാണ് ഇതും. ഒരു കൽക്കരി നിങ്ങൾ ചൂടാക്കി 1 മണിക്കൂർ 105 മുതൽ 110 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കുമ്പോൾ അതിലുള്ള ഇനീഷ്യൽ വെയിറ്റ് എന്ന് പറയുന്നത് ഡബ്ല്യു ആണ്, ഫൈനൽ വെയിറ്റ് എന്ന് പറയുന്നത് W1 ആണ്. അപ്പോൾ അതിലുണ്ടായ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് W-W1 ആണ്. അതല്ലേ ഈ മോയ്സ്ചർ കണ്ടന്റിന്റെ വെയിറ്റ് അല്ലെ? ആ മോയ്സ്ചർ നഷ്ടമായി പോയി. ആ വെയിറ്റ് ആണ് W-W1. ഗ്രാമിലാണ് എല്ലാം പറയുന്നത്. ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മോയ്സ്ചർ കണ്ടന്റ് വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ വിറകിന്റെ കാര്യം ഓർത്താൽ മതി. ഈ വിറകിന്റെ നനഞ്ഞ വിറകാണോ നിങ്ങൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള വിറകാണോ നിങ്ങൾ ഉപയോഗിക്കുക? ഡ്രൈ ആയിട്ടുള്ള വിറക്. അത്രയേ ഉള്ളൂ. ഇതും ആ എത്രത്തോളം നനവുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെയാണ്. ഇത് കൽക്കരിയുടെ കേസ് പറയാണ്. ഇതിന്റെ ചില സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അതിന്റെ ഫോർമുല നമുക്ക് നോക്കാം. ആദ്യം ഫോർമുല നോക്കാം. അതായത് എത്രത്തോളം മോയ്സ്ചറിന്റെ പെർസെൻറ്റേജ് ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് W-W1/W × 100 ചെയ്താൽ മതി. അതായത് W-W1 എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു മോയ്സ്ചറിന്റെ വെയിറ്റ് ആണ്. ഓക്കെ, അതിനോട് ടോട്ടൽ വെയിറ്റ് ഡിവൈഡ് ചെയ്തിട്ടാകുമ്പം 100 മൾട്ടിപ്ലൈ ചെയ്താൽ പെർസെൻറ്റേജ് മോയ്സ്ചർ നമുക്ക് കിട്ടും. ഇനി നമുക്ക് മോയ്സ്ചർ കണ്ടന്റിന്റെ സിഗ്നിഫിക്കൻസ് നോക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമുക്ക് ഒരു 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 ഫ്യൂവൽ അല്ലെങ്കിൽ ഒരു കൽക്കരി എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ ഒരു കലോറിഫിക് വാല്യൂ കൂടിയതാണോ നിങ്ങൾ എടുക്കുക അല്ലെങ്കിൽ കുറഞ്ഞതാണോ നിങ്ങൾ എടുക്കുക? ഒന്ന് പറഞ്ഞേ. നമ്മളെപ്പോഴും കലോറിഫിക് വാല്യൂ കൂടിയ ഫ്യൂവലാണ് എപ്പോഴും എടുക്കുക. കാരണം എന്താ ഈ കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ? കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹീറ്റ് തരുന്ന, ഏറ്റവും കൂടുതൽ എനർജി റിലീസ് ചെയ്യുന്ന ഏറ്റവും നല്ല സാധനമാണ് ഈ കലോറിഫിക് വാല്യൂ കൂടിയ സാധനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കലോറിഫിക് വാല്യൂ എപ്പോഴും കൂടുകയാണ് വേണ്ടത്. കലോറിഫിക് വാല്യൂ കുറഞ്ഞത് എന്ന് പറയുമ്പോൾ എന്താണ്? അത് കുറച്ച് ഹീറ്റ് റിലീസ് ചെയ്യും, അതിൻ്റെ എമൗണ്ട് ഓഫ് ഹീറ്റ് റിലീസ് ചെയ്യുന്നത് വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ അത് വലിയ പ്രയോജനമില്ലാത്ത സാധനമാണ്. അപ്പോൾ കലോറിഫിക് വാല്യൂ നമുക്ക് കൂടിയത് വേണം. ഈ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാകുമ്പോൾ കലോറിഫിക് വാല്യൂ കൂടുകയാണോ ചെയ്യുക, കുറയാണോ ചെയ്യുക? അതായത് ഈർപ്പം കൂടുന്തോറും അതിൻ്റെ എഫിഷ്യൻസി കൂടുകയാണോ ചെയ്യുക, കുറയാണോ ചെയ്യുക? വിറകിൻ്റെ കേസ് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, കുറയാണ് ചെയ്യുക, കലോറിഫിക് വാല്യൂ കുറയുക. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് എപ്പോഴും കലോറിഫിക് വാല്യൂ കൂടിയ സാധനമാണ് വേണ്ടത്, നമുക്ക് എപ്പോഴും നല്ല സാധനമാണ് വേണ്ടത്, മോശം സാധനം നമുക്ക് വേണ്ട. അപ്പോൾ കലോറിഫിക് വാല്യൂ എന്ത് ചെയ്യും? മോയ്സ്ചർ കണ്ടന്റ് കൂടുമ്പം കലോറിഫിക് വാല്യൂ കുറയും. അതുകൊണ്ട് തന്നെ മോയ്സ്ചർ കണ്ടന്റ് കൂടിയ സാധനം നമ്മൾ എടുക്കില്ല. കൂടാണ്ട് ഈ മോയ്സ്ചർ കണ്ടന്റ് ഈ നനയുമ്പോൾ ഈ നനഞ്ഞ സാധനത്തിന് വെയിറ്റ് അധികമായിരിക്കൂലേ, വെറുതെ ആ ഭാരം കൂടി നമ്മൾ ചുമക്കണ്ടേ. അപ്പം ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും കാര്യങ്ങളൊക്കെ കൂട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് പണിയെടുക്കാൻ പറ്റില്ല. സോ മോയ്സ്ചർ കണ്ടന്റിന്റെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. ഓക്കെയാണ്. ദെൻ അടുത്തതാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വോളറ്റൈൽ മാറ്റർ. വോളറ്റൈൽ മാറ്റർ എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾ എന്താണ് വോളറ്റൈൽ മാറ്റർ എന്ന് മനസ്സിലാക്കുക. ഈ കൽക്കരി എന്ന് പറയുന്നത് അതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഓക്കെയാണ്. അതിൽ ഹൈഡ്രജൻ ഉണ്ട്, അതിൽ കാർബൺ മോണോക്സൈഡ് ഉണ്ട്, മീഥൈൻ ഉണ്ട്, CO2 ഉണ്ട്, N2 ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെയാണ് നമ്മൾ വോളറ്റൈൽ മാറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെയാണ്. അപ്പം ഈ കൽക്കരിയിൽ കമ്പസ്റ്റബിൾ ഗ്യാസസ് ആയിട്ടുള്ള H2, CO, CH4 ഉണ്ട്, മറ്റ് ഹൈഡ്രോ കാർബൺസ് ഉണ്ട്, അല്ലെങ്കിൽ അഥവാ നോൺ കമ്പസ്റ്റബിൾ ഗ്യാസസ് ആയിട്ടുള്ള CO2, N2 കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വോളറ്റൈൽ മാറ്റർ എന്ന് പറയുന്നത്. ഓക്കെയാണ്. അപ്പം ഈ കൽക്കരി നിങ്ങൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്? ഇപ്പം മോയ്സ്ചർ കണ്ടന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെയാണ്. അതായത് നിങ്ങൾക്ക് തന്ന കൽക്കരിയിൽ നിങ്ങൾ ചൂടാക്കി 1 മണിക്കൂർ ചൂടാക്കി ആ പറഞ്ഞ ടെമ്പറേച്ചറിൽ ചൂടാക്കി. എത്ര ടെമ്പറേച്ചർ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 105 മുതൽ 110 ഡിഗ്രി സെൽഷ്യസ് വരെ 1 മണിക്കൂർ നിങ്ങൾ ചൂടാക്കി. ആ ചൂടാക്കി കഴിഞ്ഞിട്ടാകുമ്പം നിങ്ങൾക്ക് എന്ത് കിട്ടി? വെയിറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. ഓക്കെ, അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ്? അത് കഴിഞ്ഞിട്ട് അതേ കൽക്കരി തന്നെയാണ് നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുന്നത്? ഈ വോളറ്റൈൽ മാറ്റർ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. അല്ലാതെ മോയ്സ്ചർ കണ്ടന്റ് കണ്ടുപിടിച്ചിട്ട് പുതിയ കൽക്കരി എടുത്തുകൊണ്ടെന്ന് അങ്ങനത്തെ പരിപാടിയൊന്നല്ല. മോയ്സ്ചർ കണ്ടന്റ് കണ്ടുപിടിച്ച ആ ചൂടാക്കിയ അതേ കൽക്കരി തന്നെയാണ് അടുത്ത വോളറ്റൈൽ മാറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് എന്ന് ഓർക്കുക. അപ്പം നിങ്ങൾ ഓർക്കുക, ഈ മോയ്സ്ചർ കണ്ടന്റ് കണ്ടുപിടിച്ച അതേ സാധനം നമ്മൾ എടുക്കുന്നത്. അപ്പം മോയ്സ്ചർ കണ്ടന്റിന്റെ വെയിറ്റ് നമ്മൾ ഈ വോളറ്റൈൽ മാറ്റർ കണ്ടുപിടിക്കാൻ എടുക്കുന്ന കൽക്കരിയിൽ ഉണ്ടാകുമോ ഇല്ലയോ? ഉണ്ടാവില്ല. കാരണം എന്താ? മോയ്സ്ചർ കണ്ടന്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എന്താ? ആ ചൂടാക്കിയപ്പോൾ 1 മണിക്കൂർ ചൂടാക്കിയപ്പോൾ അറ്റ്മോസ്ഫിയറിലേക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഹീറ്റ് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയതാണ് മോയ്സ്ചർ കണ്ടന്റ്. അതാണ് നമ്മൾ പറഞ്ഞ W-W1 എന്ന് പറഞ്ഞത് അല്ലേ? ഓക്കെ, അത് ഇനി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, അതവിടെ കുറഞ്ഞു. ഇനി ബാക്കിയുള്ള സാധനമാണ് നമ്മുടെ കയ്യിലുള്ളത്, കൽക്കരി. അപ്പം അതാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് മോയ്സ്ചർ ഓഫ് ദ കോൾ. ഇതിലെന്തില്ല? നനവില്ല. കാരണം ആ നനവൊക്കെ നമ്മൾ ഒഴിവാക്കി ചൂടാക്കി എല്ലാം കളഞ്ഞു. അതൊക്കെ അത് എത്രയാണ് അതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം നോക്കി.
അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വോളറ്റൈൽ മാറ്റർ കണ്ടുപിടിക്കാൻ പോകുന്നത്. വോളറ്റൈൽ മാറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വോളറ്റൈൽ മാറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കൽക്കരി 950 ±20 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 7 മിനിറ്റ് ചൂടാക്കുക. എത്ര ഡിഗ്രി സെൽഷ്യസിൽ? മോയ്സ്ചർ കണ്ടന്റ് നമ്മൾ കണ്ടുപിടിച്ചത് 105 മുതൽ 110 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടെ എത്രയാണ്? 950 ±20 ഡിഗ്രി സെൽഷ്യസ്. എത്ര സമയമാണ്? 7 മിനിറ്റ്. ഞാൻ പറഞ്ഞു എല്ലാത്തിൻ്റെയും സമയവും ടെമ്പറേച്ചറും നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഈ കൽക്കരി നമ്മൾ 950 ±20 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ചൂടാക്കി. എത്ര സമയം? 7 മിനിറ്റ്. അത് ചൂടാക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ മറ്റേതുപോലെ തന്നെ തണുപ്പിക്കാൻ വെക്കുക. സെറ്റാണ്, തണുപ്പിക്കാൻ വെക്കുക. പക്ഷേ ഇവിടെ വോളറ്റൈൽ മാറ്റർ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഈ ചൂടാക്കുന്നതിനെ അടച്ചു വെച്ചിട്ടാണ് ചൂടാക്കുന്നത് എന്നോർക്കുക. അടച്ചു വെച്ചിട്ടാണ് ചൂടാക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ വെയിറ്റ് എന്ത് നമ്മൾ നോക്കും. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് W2 ഗ്രാം എന്ന് നമുക്ക് കിട്ടും. ഓക്കെയാണ്. അതായത് ഈ വോളറ്റൈൽ മാറ്റർ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അതിനെ ചൂടാക്കിയിട്ട് അത് റിമൂവ് ആയി പോയി. ഓക്കെ, അതിനെ ചൂടാക്കിയ ശേഷം നമ്മൾ നോക്കുന്ന വെയിറ്റ് ആണ് W2. ഈ വോളറ്റൈൽ മാറ്റർ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്ന പ്രക്രിയകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ, ഈ ചൂടാക്കി കഴിഞ്ഞിട്ടാകുമ്പം 7 മിനിറ്റ് ചൂടാക്കി കഴിഞ്ഞിട്ടാകുമ്പം നമ്മൾ എന്ത് ചെയ്യും? വെയിറ്റ് നോക്കും. അതാണ് W2 എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കൊരു സംശയം വരും. ഈ വോളറ്റൈൽ മാറ്റർ നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ഈ ഒരു ടെമ്പറേച്ചറിൽ 7 മിനിറ്റ് ചൂടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ആ കൽക്കരിക്ക് എത്രയാണ് വെയിറ്റ്? ഇനീഷ്യൽ വെയിറ്റ് എത്രയാണ്? വോളറ്റൈൽ മാറ്റർ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ആ വെയിറ്റ് എന്ന് പറയുന്നത് W1 ആണ്. കാരണം എന്താ പറഞ്ഞുതരാം, നിങ്ങൾ ഓർക്കുക. മോയ്സ്ചർ കണ്ടന്റ് ഞാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. മോയ്സ്ചർ കണ്ടന്റ് ചെക്ക് ചെയ്തതിന് ശേഷം ഉള്ള വെയിറ്റ് എന്ന് പറയുന്നത് W1. നമ്മൾ ആദ്യം നിങ്ങൾക്ക് കയ്യിലേക്ക് ഞാനൊരു കൽക്കരി തരികയാണ്. ഇനീഷ്യലി ഫസ്റ്റ് നിങ്ങൾക്ക് ഞാൻ ഒരു കൽക്കരി തരികയാണ്. ആ വെയിറ്റ് എന്ന് പറയുന്നത്, ആ കൽക്കരിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് W ആണ്. അതിലാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് പ്രോക്സിമേറ്റ് അനാലിസിസ് നടത്തൂ എന്ന് പറയുന്നത്. എന്നാലും നിങ്ങൾ ആദ്യം മോയ്സ്ചർ കണ്ടന്റ് കണ്ടുപിടിക്കും. ആ മോയ്സ്ചർ കണ്ടന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ 1 മണിക്കൂർ ചൂടാക്കും. ആ പറഞ്ഞ ടെമ്പറേച്ചറിൽ 105 മുതൽ 110 ഡിഗ്രി സെൽഷ്യസ് വരെ ആ ഒരു ടെമ്പറേച്ചറിൽ നിങ്ങൾ എന്ത് ചെയ്യും? ചൂടാക്കും. 1 മണിക്കൂർ ചൂടാക്കും. ആ ചൂടാക്കി കഴിഞ്ഞിട്ടാകുള്ള വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? W1 ആണ്. ഓക്കെ, ആ W1 വെയിറ്റ് ഉള്ള കൽക്കരിയാണ് നിങ്ങൾ വീണ്ടും വോളറ്റൈൽ മാറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പം വോളറ്റൈൽ മാറ്റർ ചെക്ക് ചെയ്യുമ്പോഴുള്ള ഇനീഷ്യൽ വെയിറ്റ് എത്രയാണ്? W1. എന്നിട്ടാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇത് നമ്മുടെ 950 ±20 ഡിഗ്രി സെൽഷ്യസിൽ 7 മിനിറ്റ് ചൂടാക്കും. ആ ചൂടാക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ വെയിറ്റ് എത്രയാണ്? W2. ഓക്കെ, അപ്പം ഈ വോളറ്റൈൽ മാറ്ററിന്റെ വെയിറ്റ് എത്രയായിരിക്കും? W1 - W2. ഇനീഷ്യൽ വെയിറ്റ് മൈനസ് ഫൈനൽ വെയിറ്റ്. അപ്പം പെർസെൻറ്റേജ് വോളറ്റൈൽ മാറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചേഞ്ച് ഇൻ വെയിറ്റ് ബൈ ടോട്ടൽ വെയിറ്റ്, ഇനീഷ്യൽ വെയിറ്റ്, അതായത് W × 100 ചെയ്താൽ മതി. പെർസെൻറ്റേജ് വോളറ്റൈൽ മാറ്റർ. ഈ വോളറ്റൈൽ മാറ്റർ കൂടുന്നതാണോ കുറയുന്നതാണോ നമുക്ക് നല്ലത്? ചിന്തിച്ചേ. അതായത് ഈ വോളറ്റൈൽ മാറ്റർ കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഗുണം എന്താണെന്ന് ആദ്യം പറയാം. വോളറ്റൈൽ മാറ്റർ കൂടിക്കഴിഞ്ഞാൽ ഈ ഹൈഡ്രജനും കാർബണും അങ്ങനെയുള്ള സംഭവമൊക്കെ ഒരു കൽക്കരിയിൽ കൂടിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കത്തും. അത് നല്ലൊരു ക്വാളിറ്റിയാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കത്തിയിട്ട് പെട്ടെന്ന് തീരും. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതായത് നമുക്ക് വേണ്ടുന്ന സാധനം എങ്ങനെയായിരിക്കണം? മെല്ലെ ആയാലും കത്തിക്കഴിഞ്ഞാൽ ഒരുപാട് തവണ നിൽക്കണം, ഒരുപാട് സമയം അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കണം. എന്നാലേ നമുക്ക് നല്ലത്. പെട്ടെന്ന് കത്തിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ നിന്ന് പോകുന്നതാണെങ്കിൽ ഏത് കൽക്കരി ആയാലും നമുക്ക് ആവശ്യമുണ്ടോ? ഏത് ഫ്യൂൽ ആയാലും നമുക്ക് ആവശ്യമുണ്ടോ? ആവശ്യമില്ല. അതാണ് ഇവിടെ പ്രശ്നം. വോളറ്റൈൽ മാറ്റർ കൂടിക്കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് കത്തും, എന്നിട്ട് പെട്ടെന്ന് തീരും. അപ്പോൾ വോളറ്റൈൽ മാറ്റർ കുറഞ്ഞതാണെങ്കിലോ മെല്ലെ കത്തി തുടങ്ങുള്ളൂ. പക്ഷെങ്കിൽ കത്തിക്കഴിഞ്ഞാൽ ഒരുപാട് സമയം അത് നിലനിൽക്കും. അപ്പോൾ നമുക്ക് വോളറ്റൈൽ മാറ്റർ കുറയാണ് വേണ്ടത്. വോളറ്റൈൽ മാറ്റർ കൂടിക്കഴിഞ്ഞാൽ കലോറിഫിക് വാല്യൂ എന്ത് ചെയ്യും? കുറയും. മനസ്സിലായോ? കലോറിഫിക് വാല്യൂ കുറയും. കാരണം നമുക്ക് നല്ല സാധനമാണ് വേണ്ടത്. നല്ല സാധനം എന്ന് പറയുമ്പോൾ കലോറിഫിക് വാല്യൂ നല്ലതായിരിക്കണം, ഹൈ ആയിരിക്കണം. പക്ഷേ ഇവിടെ ഈ ഒരു പെട്ടെന്ന് കത്തിയിട്ട് പെട്ടെന്ന് തീരുന്ന സാധനം നല്ലതാണോ? അല്ല. അപ്പോൾ കലോറിഫിക് വാല്യൂ കുറവാണ്, ആ എഫിഷ്യൻസി കുറവാണ്, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിൻ്റെ എമൗണ്ട് കുറവാണ്. ഓക്കെയാണ്. അതാണ് കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പം ആ കലോറിഫിക് വാല്യൂ വോളറ്റൈൽ മാറ്റർ കൂടിക്കഴിഞ്ഞാൽ കുറയും. വോളറ്റൈൽ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് കത്തിയിട്ട് പെട്ടെന്ന് തീരുന്ന സംഭവമാണ് അല്ലേ? ഈ വോളറ്റൈൽ മാറ്റർ എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇത് നല്ലോണം ഉണ്ടെങ്കിൽ, കാർബൺ ഡൈ ഓക്സൈഡോ ഹൈഡ്രജനോ നൈട്രജനോ കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ടെങ്കിൽ, ഈ കൽക്കരിയിൽ നല്ലോണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇത് പെട്ടെന്ന് കത്തിയിട്ട് പെട്ടെന്ന് തീരും. അപ്പം അവിടെ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ്
എന്ന് പറയുന്നത് വളരെ കുറവാണ്. സോ ഇതെന്ത് ചെയ്യും? കലോറിഫിക് വാല്യൂവിനെ കുറക്കും. നമ്മൾ പറഞ്ഞു കലോറിഫിക് വാല്യൂ കൂടിയ സാധനമാണ് നമുക്ക് വേണ്ടുന്നത്, അത് ഓർക്കുക. ഓക്കെയാണ്. സോ അടുത്തതാണ് നമുക്കിനി നോക്കാനായിട്ടുള്ളത് ആഷ് കണ്ടന്റ്. ആഷ് കണ്ടന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? കൽക്കരിയിലെ ഒരു ചാരം അല്ലെ? ചാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ചാരം എന്താണ്? കത്തിക്കഴിഞ്ഞിട്ടാകുമ്പോൾ കിട്ടുന്ന വേസ്റ്റ് ആണ് ചാരം. വേസ്റ്റ് കൂടുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം? വേസ്റ്റ് കുറയുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം? വേസ്റ്റ് കുറയുന്നതാണ് നമുക്കിഷ്ടം. അത്രേ ഇവിടെയുള്ളൂ. ആഷ് കണ്ടന്റ് കൂടാൻ വേണ്ടി പാടില്ല. അതായത് നിങ്ങളൊരു സാധനം കത്തിച്ചു കഴിഞ്ഞാൽ ആ കത്തിച്ചിട്ട് കിട്ടുന്ന ചാരം കുറവായിരിക്കണം. ആ കിട്ടുന്ന ചാരം കൂടുതലാണെങ്കിൽ ആ സാധനം കൊള്ളില്ല, അത് നമുക്ക് വേണ്ട, അതിൻ്റെ എഫിഷ്യൻസി കുറവാണ്. കാരണം ഈ ചാരത്തെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ വീണ്ടും നമ്മൾ എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യണം. അതിനൊക്കെ ഇരട്ടി ചെലവാണ്, അതൊക്കെ നമുക്ക് പണിയാണ്, നമുക്ക് പണിയെടുക്കാൻ പറ്റില്ല. ഇതൊക്കെ വെറുതെ നമ്മൾ എക്സ്ട്രാ സമയം ചെലവാണ്, അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ചാരം കുറഞ്ഞ സാധനമേ നമുക്ക് വേണ്ടൂ, അതാണ് നല്ലത്. സോ ആഷ് എന്ന് പറയുന്നത് എന്താണ്? ആഷ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു സാധനം കത്തിക്കഴിഞ്ഞാൽ അവിടെ അവശേഷിക്കുന്ന ചാരമാണ് എന്ന് നമുക്കറിയാം അല്ലേ? അപ്പൊ അതിന്റെ വേസ്റ്റ് ആണ്. സോ ഈ ആഷിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്? സിലിക്ക, അലൂമിന, അയോൺ ഓക്സൈഡ് അല്ല, അയൺ ഓക്സൈഡ്, പിന്നെ സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് ലൈം, മെഗ്നീഷ്യ എക്സെട്ര ഒക്കെയാണ് ആഷിലുള്ളത്. ഏതൊക്കെയാണ്? സിലിക്ക, അലൂമിന, അയൺ ഓക്സൈഡ്, പിന്നെ കുറച്ച് ലൈമ്, മെഗ്നീഷ്യ, ഇതൊക്കെയാണ് ഒരു ആഷിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ. ഇതേ കാര്യങ്ങൾ തന്നെയാണ് സിമെന്റിലുള്ളത്. ഒരു എക്സ്ട്രാ പോയിന്റ് ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഞാൻ ഒരു എക്സ്ട്രാ പോയിന്റ് പറഞ്ഞുതരാം. അതായത് സിമെന്റിലും ഇതേ സംഭവങ്ങൾ തന്നെയാണ്. സിലിക്ക, അലൂമിന, അയൺ ഓക്സൈഡ്, പിന്നെ ലൈമ്, മെഗ്നീഷ്യ, ഇതൊക്കെ കാര്യങ്ങൾ തന്നെയാണ് സിമെന്റിലും അടങ്ങിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആഷിലും സിമെന്റിലും ഒരേ ഘടകങ്ങൾ, ഒരേ കാര്യങ്ങളാണ് ഉള്ളത്. അപ്പം ഈ ചാരത്തിൽ നിന്ന് സിമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ? പറ്റും എന്നാണ് ഞാൻ തിരഞ്ഞപ്പോൾ കണ്ടത്. അത് ജസ്റ്റ് ഒന്ന് എക്സ്ട്രാ ആയിട്ട് ഇവിടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ആഷിലുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പം നമുക്കൊരിക്കലും ആഷ് എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? ചാരം അധികമാവാൻ വേണ്ടി പാടില്ല എന്ന് ഓർക്കുക. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഇതെങ്ങനെ ഇനി ചാരത്തിന്റെ അളവ്, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് വോളട്ടൈൽ മാറ്റർ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുള്ള ആ ഒരു കൽക്കരി നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ഓക്കെ, അതായത് നിങ്ങൾ വോളട്ടൈൽ മാറ്റർ കണ്ടുപിടിച്ച് കഴിഞ്ഞല്ലോ. ഒരു എന്താണ്, നിങ്ങൾ 950 ± 20 °C 7 മിനിറ്റ് നിങ്ങൾ ആ ഒരു കൽക്കരിയെ ചൂടാക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ കിട്ടുന്ന സംഭവം ഉണ്ടല്ലോ, കൽക്കരി. ഓക്കെ, അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? അതിനെ നിങ്ങൾ എത്ര °C ചൂടാക്കുക? ഇവിടെ പറഞ്ഞിട്ടുണ്ട് 700 ± 50 °C ഒരു ½ ആൻ അവർ ചൂടാക്കുക. പക്ഷെ ഇവിടെ എന്ത് ചെയ്യും? നിങ്ങൾ തുറന്നു വെച്ചിട്ടാണ് ചൂടാക്കുന്നത്. ഓക്കെയാണ്. അതായത് നിങ്ങൾ ആദ്യം ഒരു W വെയിറ്റുള്ള കൽക്കരി ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നു. ആ W വെയിറ്റുള്ള കൽക്കരിയെ നിങ്ങൾ ചൂടാക്കി 105 മുതൽ 110 °C വരെ നിങ്ങൾ എത്ര 1 മണിക്കൂർ ചൂടാക്കി. ആ ചൂടാക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ അവിടെ നിങ്ങൾ മോയ്സ്ചർ കണ്ടന്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, പെർസെൻറ്റേജ് ഓഫ് മോയ്സ്ചർ കണ്ടന്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അങ്ങനെ ആ ചൂടാക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ കിട്ടുന്ന കോളിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് W1 ആണ്. ഈ W1 വെയിറ്റുള്ള കൽക്കരിയെ നിങ്ങൾ വോളട്ടൈൽ മാറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കുകയാണ്. 950 ± 20 °C 7 മിനിറ്റ് വരെ ചൂടാക്കുകയാണ്. ആ ഒരു ടെമ്പറേച്ചറിൽ 7 മിനിറ്റ് വരെ ചൂടാക്കുകയാണ്. എന്നിട്ട് കിട്ടുന്ന കൽക്കരിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് W2. അപ്പം ആ W2 വെയിറ്റുള്ള കൽക്കരിയെ നിങ്ങൾ എന്ത് ചെയ്യാണ്? 700 ± 50 °C അരമണിക്കൂർ ചൂടാക്കുകയാണ്. അങ്ങനെ അരമണിക്കൂർ ചൂടാക്കിയിട്ട് കിട്ടുന്ന കൽക്കരിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് W3 ആണ്. ഓക്കെയാണ്. ഗ്രാമിലാണ് ഇതൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് ആഷ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ആഷ് കണ്ടന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുള്ള കൽക്കരിയുടെ വെയിറ്റ് W3/W, ടോട്ടൽ വെയിറ്റ്, ഇനീഷ്യൽ വെയിറ്റ്, നമ്മൾ ആദ്യം എടുത്ത വെയിറ്റ് × 100 ചെയ്താൽ മതി, പെർസെൻറ്റേജ് ആഷ് കിട്ടും. മനസ്സിലാവുന്നുണ്ടല്ലോ? സിമ്പിളാണ്, കാര്യങ്ങൾ സിമ്പിളാണ്. അതായത് നമ്മൾ ഇങ്ങനെ എന്ത് കണ്ടുപിടിക്കുന്നു? മോയ്സ്ചർ കണ്ടന്റ് കണ്ടുപിടിക്കുന്നു, വോളട്ടൈൽ മാറ്റർ കണ്ടുപിടിക്കുന്നു, ആഷ് കണ്ടന്റ് കണ്ടുപിടിക്കുന്നു. ഇതൊക്കെ സിമ്പിളാണ്, നിങ്ങൾക്ക് അറിയാവുന്ന ചുറ്റിലും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നമുക്ക് നനഞ്ഞ സാധനം വേണ്ട, നമുക്ക് പെട്ടെന്ന് കത്തിയിട്ട് പെട്ടെന്ന് തീരുന്ന സാധനം വേണ്ട, നമുക്ക് അമിതമായിട്ട് ചാരം ഉണ്ടാക്കുന്ന സാധനം വേണ്ട. അതൊക്കെ തന്നെയാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി അമിതമായിട്ട് ചാരം ഉണ്ടാക്കുകയാണെങ്കിൽ ആ ചാരത്തിനെ വീണ്ടും നമ്മൾ എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അമിത ചെലവാണ്. അത് നമ്മളെ കൽക്കരിയുടെ ക്വാളിറ്റീനെ ബാധിക്കും. ഇതൊക്കെ തന്നെയാണ് ഇവിടെ സിഗ്നിഫിക്കൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ആഷിന്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ആഷിന്റെ അളവ് എന്തായിരിക്കണം? കുറഞ്ഞിരിക്കണം.
ആഷിൻ്റെ അളവ് കുറഞ്ഞാൽ എന്ത് ചെയ്യും? കൽക്കരി എന്താണ്? നല്ല സാധനമാണെന്ന് നമുക്ക് പറയാം. അതായത് കലോറിഫിക് വാല്യൂ എന്താണ്? അതിൻ്റെ കൂടുതലാണ്. പകരം ഹൈ പെർസെൻറ്റേജ് ഓഫ് ആഷ് എന്ന് പറയുമ്പോൾ എന്താണ്? അതെന്ത് ചെയ്യും? കലോറിഫിക് വാല്യൂവിനെ കുറക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? സെറ്റാണല്ലോ? ഓക്കെ. സോ നെക്സ്റ്റ് വൺ ഈസ് ഫിക്സ്ഡ് കാർബൺ. അടുത്താണ് ഫിക്സ്ഡ് കാർബൺ എന്ന് പറയുന്നത്. എന്താ ഈ ഫിക്സ്ഡ് കാർബൺ എന്ന് പറഞ്ഞാൽ? അതായത് W3 വെയിറ്റ് ഉള്ള കൽക്കരി ഇപ്പം നിങ്ങളുടെ കയ്യിലുണ്ട്. എന്തൊക്കെ നടത്തിയ കൽക്കരിയാണത്? മോയ്സ്ചർ കണ്ടന്റ് കണ്ടുപിടിച്ച, വോളറ്റൈൽ മാറ്റർ കണ്ടുപിടിച്ച, അല്ലെങ്കിൽ ആഷ് കണ്ടന്റ് നിങ്ങൾ കണ്ടുപിടിച്ച, അല്ലെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ചൂടാക്കി കഴിഞ്ഞിട്ടുള്ള W3 വെയിറ്റ് ഉള്ള കൽക്കരിയാണ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ഈ കൽക്കരിയാണ്, ഈ ബാക്കി അവശേഷിക്കുന്നതിനെയാണ് നമ്മൾ ഫിക്സ്ഡ് കാർബൺ പറയുന്നത്. ഓക്കെ. അതായത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാര്യങ്ങൾ ഈ മോയ്സ്ചർ കണ്ടുപിടിക്കുക, അതേപോലെ തന്നെ വോളറ്റൈൽ മാറ്റർ, ആഷ് കണ്ടന്റ് ഒക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സാധനമാണ് ഈ ഫിക്സ്ഡ് കാർബൺ എന്ന് പറയുന്നത്. ഈ ഫിക്സ്ഡ് കാർബൺ എന്തായിരിക്കണം? കൂടിയിരിക്കണം. ഈ ഫിക്സ്ഡ് കാർബൺ എത്രത്തോളം കൂടുന്നോ അതെന്താണ്? നല്ലതാണ്. കാരണം അത്രത്തോളം ഇത് കത്തി നിൽക്കും എന്നാണ് പറയുന്നത്. ഓക്കെ. അതായത് എല്ലാം കഴിഞ്ഞിട്ട് അവശേഷിക്കുന്ന സാധനമാണ് ഈ ഫിക്സ്ഡ് കാർബൺ. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പെർസെൻറ്റേജ് ഓഫ് ഫിക്സ്ഡ് കാർബൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 100 ടോട്ടൽ മൈനസ് പെർസെൻറ്റേജ് ഓഫ് മോയ്സ്ചർ, വോളറ്റൈൽ മാറ്റർ, ആഷ്, ഇത് മൈനസ് ചെയ്താൽ മതി. അതായത് ടോട്ടൽ നമ്മൾ 100 ആയിട്ടാണ് എടുക്കുന്നത്. അതിൽ നിന്ന് ഈ മോയ്സ്ചർ കണ്ടന്റിന്റെയും വോളറ്റൈൽ മാറ്ററിന്റെയും ആഷ് കണ്ടന്റിന്റെയും ഒക്കെ പെർസെൻറ്റേജ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് പെർസെൻറ്റേജ് ഓഫ് ഫിക്സ്ഡ് കാർബൺ. ഈ ഫിക്സ്ഡ് കാർബൺ കൂടുന്നതാണ് നമുക്ക് നല്ലത്. കാരണം എന്താ? ഈ ഫിക്സ്ഡ് കാർബൺ എന്താ ചെയ്യാന്ന് വെച്ചാൽ അതോർക്കുക. ഫിക്സ്ഡ് കാർബൺ ഒരു കൽക്കരിയെ ഒരുപാട് സമയം കത്തി നിൽക്കാൻ വേണ്ടി സഹായിക്കും. മെല്ലെ ഇത് കത്തി തുടങ്ങുള്ളൂ. ഓക്കെ. ഇത് കത്താൻ വേണ്ടിയിട്ട് പ്രയാസമാണ്. പെട്ടെന്ന് കത്തില്ല, മെല്ലെ കത്തുള്ളൂ. പക്ഷെ കത്തിക്കഴിഞ്ഞാൽ ഇതൊരുപാട് നേരം, ഒരുപാട് സമയം കത്തി നിൽക്കാൻ വേണ്ടിയിട്ട് ഫിക്സ്ഡ് കാർബൺ സഹായിക്കും. നമ്മൾ പറഞ്ഞിട്ടില്ലേ, പെട്ടെന്ന് കത്തുന്ന സാധനം നമുക്ക് വേണ്ട. പെട്ടെന്ന് കത്തിയിട്ട് തീരുന്ന സാധനം, പെട്ടെന്ന് കത്തുന്ന സാധനം എന്നല്ല, പെട്ടെന്ന് കത്തിയിട്ട് പെട്ടെന്ന് തീരുന്ന സാധനം നമുക്ക് വേണ്ട. മെല്ലെ കത്തിയാലും ഒരുപാട് സമയം കത്തി നിൽക്കുന്ന, എനർജി തരുന്ന ഫ്യൂവലാണ് നമുക്ക് ആവശ്യം. സോ ഫിക്സ്ഡ് കാർബൺ കൂടുകയാണ് വേണ്ടത്, കുറയാണ് വേണ്ടത്? ഒരു നല്ല കൽക്കരിയിൽ കൂടുകയാണ് വേണ്ടത്. കാരണം ഫിക്സ്ഡ് കാർബൺ കൂടിയാൽ ഒരുപാട് സമയം കത്തി നിൽക്കും. അപ്പം ഫിക്സ്ഡ് കാർബൺ കൂടുന്നു, ഒരുപാട് സമയം കത്തി നിൽക്കുന്നു, അപ്പോൾ ഒരുപാട് ഹീറ്റ് റിലീസ് ചെയ്യുന്നു. അപ്പോൾ ആ എമൗണ്ട് ഓഫ് ഹീറ്റ് കൂടുന്നു, അത് വഴി എന്ത് ചെയ്യുന്നു? കലോറിഫിക് വാല്യൂ കൂടുന്നു. ഓക്കെയാണ്. സോ ഫിക്സ്ഡ് കാർബൺ കൂടുമ്പോൾ കലോറിഫിക് വാല്യൂ എന്ത് ചെയ്യും? കൂടും. മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. മോയ്സ്ചർ കണ്ടന്റ്, വോളറ്റൈൽ മാറ്റർ, ആഷ് കണ്ടന്റ്, ഇത് മൂന്നും കൂടിയാൽ കലോറിഫിക് വാല്യൂ എന്തെയും കുറയും. കാരണം ഇത് മൂന്നും കൂടുന്നത് നമുക്ക് നല്ലതല്ല. നമ്മുടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കൽക്കരി അല്ലെങ്കിൽ ഒരു ഫ്യൂവലിന് വേണ്ടിയിട്ട് ഈ മൂന്ന് കാര്യങ്ങൾ കൂടേണ്ട ആവശ്യമില്ല. അത് കുറയാണ് വേണ്ടത്. പക്ഷെ ഫിക്സ്ഡ് കാർബൺ ഒരുപാട് സമയം കത്തി നിൽക്കാൻ വേണ്ടി സഹായിക്കുന്ന സാധനമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അത് കൂടിയിരിക്കണം. അപ്പോൾ അത് കൂടുക എന്ന് വെച്ചാൽ നമ്മൾ എന്താണ്? കലോറിഫിക് വാല്യൂ കൂടിയ സാധനമാണ്. അപ്പോൾ നല്ല ഫിക്സ്ഡ് കാർബൺ പെർസെൻറ്റേജ് കൂടിയ സാധനമാണ് കൽക്കരിയാണ് നമ്മൾ എടുക്കുക. ഓക്കെയാണ്. അതാണ് നമുക്ക് നല്ലത്. പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് നമുക്ക് ഒന്നുകൂടി പറയാം. അതായത് ഈ ഫിക്സ്ഡ് കാർബണിന്റെ പെർസെൻറ്റേജ് നമ്മളെ എന്തിനു സഹായിക്കും? ഈ കത്തിക്കാൻ ഉപയോഗിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഫർണൻസ്. ഈ ഫർണൻസിന്റെ ഉപയോഗിച്ച് അതിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ കൽക്കരിയൊക്കെ കത്തിക്കുക. ജസ്റ്റ് ഒന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഈ പിക്ചേഴ്സ് കാണാൻ വേണ്ടി പറ്റും. ഞാനത് ഇവിടെ കൊടുത്തിട്ടില്ല, അത് വിട്ടുപോയി. അതായത് ഫർണൻസ് എന്ന് പറയുന്നത് അതിനുള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കത്തിക്കുന്നത്, അല്ലേ? നമുക്ക് തുറന്ന ഒരു സ്ഥലത്ത് കത്തിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. എന്തിൻ്റെയൊക്കെ ഉള്ളിൽ വെച്ചിട്ട് വേണ്ട ഇത് കത്തിക്കാൻ, കൽക്കരി. അപ്പോൾ അത് ഫർണൻസിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് കത്തിക്കുന്നത്. അപ്പോൾ ആ ഫർണൻസ് എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നൊക്കെ ഈ ഒരു പെർസെൻറ്റേജ് ഓഫ് ഫിക്സ്ഡ് കാർബൺ നമ്മളെ സഹായിക്കുന്നുണ്ട്, ഡിസൈനിങ്ങിനൊക്കെ. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന എല്ലാ സ്ലൈഡുകളും നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. ഞാൻ പറയുന്ന കാര്യം മാത്രം കേട്ടിരുന്നാൽ പോരാ, ഇപ്പം കാണിച്ചിരിക്കുന്ന എല്ലാ സ്ലൈഡും നിങ്ങൾ വായിച്ചു നോക്കുക. അത് നിങ്ങളെ എന്ത് ചെയ്യും? കൂടുതലായിട്ട് എക്സ്ട്രാ പോയിന്റ്സ്, ഞാൻ എന്തെങ്കിലുമൊക്കെ ചിലതൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ടാവും, ചിലതൊക്കെ ഞാൻ പറയാതെ വിട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ചില ഈസി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുമ്പോഴും എന്ത് ചെയ്യുക? ഓരോ സാധനവും നിങ്ങൾ ഈ സ്ലൈഡ് കൂടി ഇങ്ങനെ വായിച്ചു പോവുക ഞാൻ പറയുമ്പോൾ. ഓക്കെയാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്ത നമ്മൾ ഇനി പറയാനായിട്ടുള്ളത് എന്താണ്? അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. ഇവിടെ നമ്മൾ ആഷ് കണ്ടന്റ് പറഞ്ഞു, മോയ്സ്ചർ കണ്ടന്റ് പറഞ്ഞു, വോളറ്റൈൽ മാറ്റർ പറഞ്ഞു, പിന്നെ ഫിക്സ്ഡ് കാർബണും നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫിക്സ്ഡ് കാർബൺ കണ്ടുപിടിക്കേണ്ട ആ ഒരു പെർസെൻറ്റേജ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. 100 - പെർസെൻറ്റേജ് ഓഫ് മോയ്സ്ചർ പ്ലസ് വോളറ്റൈൽ മാറ്റർ പ്ലസ്
ആഷ് കണ്ടന്റ്, ഫ്ലഷ് അല്ല പ്ലസ് ആഷ് കണ്ടന്റ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ സീ യു സൂൺ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക കേട്ടോ. എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ പഠന രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.